தேடி அலைகின்றது. അതെ, വലിയ പഞ്ചാരടി ഒന്നും വേണ്ട. നമ്മൾ രണ്ടാളും എതിർകക്ഷികളാ. രാധികെ, ഞാൻ എപ്പോഴും നിന്റെ എതിർഭാവം വക്കീലാവുന്നത് എന്തിനാണെന്ന് അറിയാമോ? എന്തിനാ? വാദിക്കുന്ന സമയത്തും നമുക്ക് കാണുകയും ചെയ്യാം, സംസാരിക്കുകയും ചെയ്യാം. വാദിക്കുന്ന സമയത്ത് നമ്മൾ രണ്ടാൾ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചറ ഉണ്ടാക്കല്ലേ ചെയ്യാ? അതിപ്പോ കല്യാണം കഴിഞ്ഞാലും അത് തന്നെയല്ലേ നടക്കാൻ പോണത്. വക്കീലേട്ടാ, പിന്നെ ഞാൻ നമ്മുടെ രണ്ടുപേരുടെയും കാര്യം വീട്ടിൽ പതുക്കെ ഒന്ന് പറഞ്ഞു. ആണോ? എന്നിട്ട്? പതുക്കെ ആയതുകൊണ്ട് ആരും കേട്ടില്ല. ഇനി ചെന്നിട്ട് വേണം ഉറക്കൊന്ന് പറയാൻ. ഉറക്കെ പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല. അതെന്താ? നിന്റെ വീട്ടിൽ സമ്മതിച്ചാലും എന്റെ അമ്മ സമ്മതിക്കൂലെന്ന്. ഒബ്ജക്ഷൻ യുവർ ഓണർ. അതെന്താ സമ്മതിക്കാത്ത? ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. ഒരു വീട്ടില് 2 കള്ളന്മാര് വേണ്ടെന്നാണ് അമ്മ പറയുന്നത്. ഓർഡർ ഓർഡർ. നമ്മൾ രണ്ടുപേരും ഇങ്ങനെ സംസാരിക്കുന്ന കണ്ടാലേ കേസ് തിരിഞ്ഞു പോകും. അത് നിനക്ക് എന്നെ അറിയാമല്ലാണ്. തെങ്ങില് തേങ്ങയിടാൻ കയറി തോട്ടിൽ വീണ ആളെ ഫ്ലൈറ്റിൽ നിന്ന് കടലിൽ വീണതാണെന്നും പറഞ്ഞ് ഇൻഷുറൻസ് വാങ്ങിക്കൊടുത്ത ആളാണ് ഈ അഡ്വക്കേറ്റ് ഉത്തരേശൻ. അതെന്തെങ്കിലും ആയിക്കോട്ടെ, പക്ഷെ ഇന്നത്തെ കേസ് ഞാൻ ജയിക്കും. അതെങ്ങനെ ശരിയാവും? കഴിഞ്ഞ കേസ് ഞാൻ നിനക്ക് തോറ്റു തന്നിട്ടുണ്ട്. ഈ കേസ് നീ എനിക്ക് തോറ്റു തരണം. അമ്പട പുൾസോ, അതൊന്നും പറ്റൂല. വാദിച്ച് ജയിക്കുന്നത് അമ്മിടുക്ക്. നിങ്ങൾ വാദിച്ച് ജയിച്ചോളി. അതിന് ഞാൻ റെഡിയാ. പക്ഷെ വാദത്തിന്റെ ഇടയിൽ നീ എന്നെ നോക്കി സൈറ്റ് അടിക്കില്ലെന്ന് നീതി പുസ്തകത്തെ കൈവച്ച് സത്യം ചെയ്തു തരണം. കഴിഞ്ഞ തവണ നിന്റെ സൈറ്റ് അടി കാരണം 15 ലോ പോയിന്റാ ഒറ്റയടിക്ക് ഞാൻ വിഴുങ്ങിക്കളഞ്ഞത്. അതൊന്നും പറയാൻ പറ്റൂല. എനിക്ക് പ്രേമമുത്ത ഞാൻ അപ്പ സൈറ്റ് അടിക്കും. ചിലപ്പോ 2 കണ്ണോണ്ടും അടിക്കും. നിന്റെ ഈ സൈറ്റ് അടി കാരണം എന്തോരം അടി എനിക്ക് കിട്ടണമെന്ന് അറിയാം ആൾക്കാരുടെ ഇന്ന്. അടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ, കഴിഞ്ഞ മാസം എന്തോ ഒരു പ്രശ്നം ഉണ്ടായിട്ട് നിങ്ങൾക്ക് ഒരു അടി കിട്ടിയല്ലോ. അതെന്തിനായിരുന്നു? അത് കോട്ടപ്പുറം ഇരട്ടക്കൊലപാതക കേസ് ഞാനാണല്ലോ വാദിച്ചത്. അങ്ങനെ വാദിച്ച് കേസ് അങ്ങ് തിരിഞ്ഞു. എന്താ, വാദി പ്രതിയായോ? വാദി പ്രതിയാകണതൊക്കെ എന്റെ കേസിൽ സാധാരണയാണല്ലോ. ഇതിപ്പോ ജഡ്ജിയാ പ്രതിയായത്. ജഡ്ജിയോ? പ്രതി എത്തിയല്ലോ. അല്ല, ജഡ്ജി എത്തി. തുടങ്ങിയോന്നോ? അല്ല, ഞാൻ വിചാരിച്ചു കോടതി തുടങ്ങിയെന്നേ. നിങ്ങള് വരാണ്ട് എങ്ങനെയാണ് ഞങ്ങൾ തുടങ്ങുക? അത് ശരിയാണല്ലോ. അതെ, ഇതാ ഞാൻ എന്റെ ജാമ്യം എടുത്തിരിക്കുന്നു. അല്ല, ജഡ്ജി എന്തിനാണ് ജാമ്യം എടുക്കുന്നത്? ഏതായാലും നീ വാദിച്ച് എന്നെ പ്രതിയാക്കും. അപ്പൊ പിന്നെ ഒരു മുൻകൂർ ജാമ്യം നല്ലതല്ലേ? ഇത് ഹൗസ് ഓണർ. ഹൗസ് ഓണർ അല്ല, യുവർ ഓണർ. എത്ര കാലം നിങ്ങൾ തുടങ്ങിയിട്ട്? അതെനിക്കറിയാം. ഞാനിപ്പോ പുള്ളിയുടെ വീടിന്റെ മുകളിലത്തെ നിലയിലെ വാടക താമസിക്കുന്നത്. അപ്പൊ പുള്ളിന്റെ ഹൗസ് ഓണർ ആണ് യുവർ ഓണർ ആണ്? ഹൗസ് ഓണർ. അത് എന്നെ പറഞ്ഞു. എന്നാ കോടതി തുടങ്ങാം. ഇവിടെ ഒരു കോടതി ഉണ്ടല്ലോ, പിന്നെ എന്തിനാ പുതിയത് തുടങ്ങുന്നത്? എടോ, വാദം തുടങ്ങാന്ന്. എന്തുട്ടാ കേസ് പറ. യുവർ ഓണർ, വളരെ വിചിത്രമായ ഒരു കേസാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. എന്നാൽ ഞാനൊരു വിചിത്രമായ ഒരു വിധി വിധിക്കും. മര്യാദയ്ക്ക് വാദിക്കുള്ളൂ. യുവർ ഓണർ, കോടതിയുടെ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ട് 2 വൃദ്ധ ദമ്പതികൾ ഡൈവോഴ്സിനുള്ള അപ്പീസ് നൽകിയിരിക്കുകയാണ്. അപ്പീസാ? എന്തുട്ടാ അപ്പീസ്? സോറി, അപ്പീൽ നൽകിയിരിക്കുകയാണ്. ഇതാരപ്പ ഈ വയസ്സാങ്കാലത്ത് പിരിയുന്നത്? ഞങ്ങൾ അവതരിപ്പിക്കുന്ന ഏറ്റവും പുതിയ കക്ഷി നിങ്ങളുടെ എവരുടെയും പ്രോത്സാഹനം പ്രതീക്ഷിച്ചുകൊണ്ട് കോടതിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇത് സ്റ്റേജ് പരിപാടിയല്ല, കോടതിയാണ്. ഇങ്ങനെ കക്ഷിനെ വിളിക്കാ? യുവർ ഓണർ, സാറിന് അറിയാമല്ലാഞ്ഞിട്ടാണ്. ഇന്ന് വരണ കക്ഷി ആരാന്നാ വിചാരിച്ചേ? സെലിബ്രിറ്റിയായ പ്രമുഖയാണ്. ടോക്ക് ചെയ്ത് വൈറലായി ലക്ഷക്കണക്കിന് ലൈക്കുകൾ വാരിക്കൂട്ടുന്ന സോഷ്യൽ മീഡിയ ദാക്ഷായണി. ఇంగ్లీషులోన తన్న వెట్టరెప్పుడు తేట తెలుగులో మీకు వందనం. ఫేసు క్రీము గట్ర పుయ్యలేదు ఎప్పుడు, నాకు ఇష్టమంట పసుపు చందనం. సిస్కోలు పప్పలోడే ములైట్ గుట్టిన ఆవి తూపులోనే మేళమెడతలే. నేను పక్కా లోకల్ నేను పక్కా లోకలో. నేను వాడే గాజులు നമസ്കാരം. അങ്ങുന്നേന്നോ? ആയിരിക്കണതേ ഇല്ലത്തെ നമ്പൂരി അല്ല, ജഡ്ജിയാണ്. ജഡ്ജി സാറേന്ന് വിളിക്കണം. ഹായ് സാറേ. ഹായ്. 25/31 കേസിലെ എതിർകക്ഷിയും ദാക്ഷായണിയുടെ ഭർത്താവുമായ ഇല്ലിക്കൽ നാരായണൻ 1 തരം, ഇല്ലിക്കൽ നാരായണൻ 2 തരം, ഇല്ലിക്കൽ നാരായണൻ 3 തരം. മോനെ, മൂപ്പര് 1ഉം 2ഉം തരല്ല, തരം തരാ. பார்த்தவன் நாம் பல பேரு உன்னோட பேட்டைக்கு நான் தாண்ட நாடு. അല്ല,
ഈ മൂതേവിള്ള പരിപാടിയാ. അവളെ വിളിച്ച പരിപാടിക്ക് ഞാൻ വരില്ല. മാന്യന്മാർക്കൊന്നും ഇങ്ങോട്ട് കയറിക്കൂടെ? അയ്യോ, മൂപ്പരൊരു മുന്തിയ മാന്യം വന്നിന്. ഇയാൾ ഇവിടെ ഉണ്ട്, ഈ പരിസരത്തേക്ക് ഞാൻ വരൂലേ. അമ്മോ, ഈ പിന്നെ ആരെ പ്രതീക്ഷിച്ചിട്ടാണ് ഇങ്ങോട്ട് വന്നത്? ചെലക്കല്ലിന്ന്. ഈ ചെലക്കല്ലടി മൂദേവിയെ. നിങ്ങളാരാ നിന്നെ പഠിപ്പിക്കേ? ഞാൻ ആരാ എനിക്ക് അറിയില്ലേ. ഇതൊക്കെ പുറംകാലിന്റെ മട്ടൊക്കെ അങ്ങോട്ട് ഇട്ടനല്ലേ. നിർത്ത്. ഇത് കോടതിയാണ്, മാന്യമായിട്ട് സംസാരിക്കണം. ഈ ആരാണ്ട എന്നെ മാന്യത പഠിപ്പിക്കാനായിട്ട്? ഇതെന്റെ കക്ഷിയാണ്. ഓ, അപ്പൊ ഇവനാണ് നിന്റെ പുതിയ കക്ഷിയില്ലേ? ആണെങ്കിൽ നിങ്ങൾക്ക് എന്താണ് പൊരയിലെ കൊണ്ട് കൊണ്ടുപോയിക്കടി. ഈ മനുഷ്യൻ പറയുന്ന കേട്ട മോളെ, ഇന്റെ മഴത്തിരി പെൺകുട്ടിയല്ലേ? പെൺകുട്ടിയോ? കള്ള പറയുന്ന നോക്ക് മോളെ. വല്യമ്മനോട് ക്ഷമിക്കണോ, നിന്റെ കക്ഷിയാണ്. ഉളുപ്പുണ്ടേ എനിക്ക് ഇത്തിരി വയസ്സിനെ കൊണ്ടെടുക്കാൻ. ചിലക്കല്ലടിക്ക് ഞങ്ങളെ കാര്യത്തിൽ ഇടപെടുന്നത്. അല്ല മോളെ, എനിക്ക് അങ്ങനത്തെ ഒരു താല്പര്യം ഉണ്ടേനോ? ഓർഡർ വാദം തുടങ്ങി വക്കീലെ, പോയിട്ട് വേറെ പരിപാടി ഉണ്ട്. യുവർ ഓണർ, നിന്റെ നാരായണൻ. നിന്റെ നാരായണ? നിന്റെ കക്ഷി നാരായണൻ ഈ നിൽക്കുന്ന സോഷ്യൽ മീഡിയ ദാക്ഷാണിയുമായി മാനസികമായിട്ട് യാതൊരുവിധ പൊരുത്തവും ഇല്ലാന്നാണ് പരാതി പറയുന്നത്. ഞാൻ ടോക്ക് ചെയ്ത് വൈറലായ എന്റെ അസൂയാണ് ഈ മനുഷ്യന്. ഓക്കെ, വിറയുള്ള കാലത്ത് നീ വൈറലാവേറ്റാ. കണ്ട ബോഡി അവിടുന്ന്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഒബ്ജക്ഷൻ സസ്റ്റെയിൻ. സർ, ഈ നിൽക്കുന്ന നാരായണൻ ഇവിടെയുള്ള ഷോപ്പിംഗ് കോംപ്ലക്സിനേക്കാൾ വലിയ കോംപ്ലക്സ് മനസ്സിൽ സൂക്ഷിക്കുന്ന ആളാണ്. ആ കോംപ്ലക്സ് ബോംബ് വെച്ച് അങ്ങോട്ട് പൊളിക്കണം. ആടി, ഈ ബോംബും പീരം ചോദിച്ചിങ്ങോട്ട് വാ പൊളിക്കാനായിട്ട്. മോനെ, നോക്ക് ഇങ്ങോട്ടൊക്കെ. എന്റെ ഭാര്യയാണിത് ചെയ്തെന്ന് വെച്ചാല് കുട്ടിക്ക് സഹിക്കോ? അതിന് ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലല്ലോ. കഴിച്ചില്ല. മോളെ അങ്ങോട്ടൊക്കെ ഇങ്ങോട്ടാ. എന്റെ ഭർത്താവാണ് ചെയ്തെന്ന് വെച്ചാല് മോക്ക് സഹിക്കോ? അല്ല, ഞാനും കല്യാണം കഴിച്ചില്ല. അതൊരു കേടില്ല. അപ്പൊ രണ്ടാളും കല്യാണം കഴിച്ചില്ല. ദാക്ഷായണിയെ, നിങ്ങളൊരു കാര്യം ചെയ്യ്. രണ്ടാളും കല്യാണം കഴിച്ചിട്ട് 10 കൊല്ലം ഒരുമിച്ച് ജീവിക്ക്. ഞങ്ങൾക്ക് ആഗ്രഹമൊക്കെ ഉണ്ട്, പക്ഷെ വീട്ടുകാർ സമ്മതിക്കണ്ടേ? വീട്ടുകാർ സമ്മതിച്ചില്ലേ വിളിച്ചിറക്കി കൊണ്ടുവരണടോ. അതൊക്കെ എന്റെ നാരായണേട്ടൻ 1964 കർക്കടകം 14 അന്നൊരു കറുത്ത വാവിന്റെ അന്ന് വെളുത്ത ഷർട്ട് ഇട്ട് കോരിച്ചൊരിയണ മഴയത്ത് ഇലവഴഞ്ഞിപ്പുഴയെ കൂടി തോഴിയും തുഴഞ്ഞു വരുന്ന നാരായണേട്ടനെ എനിക്കൊരു മിന്നായം പോലെ എപ്പോഴും കാണാം. അന്ന് തോണിയും പാർക്ക് ചെയ്ത് 4-5 ഗുണ്ടകൾ അടിച്ചിട്ടിട്ട് എന്റെ അടുക്കള ഭാഗത്ത് വന്നിട്ട് ഒരൊറ്റ വിളിയാ, മോളെ ചിന്നോന്ന്. അപ്പം തന്നെ ഞാൻ അങ്ങോട്ട് ഇറങ്ങിപ്പോന്ന്. അല്ല, ആരാ ഈ ചിന്നു? ചിന്നു ഞാൻ. സ്നേഹം കൂടുമ്പോ നാരായണേട്ടൻ എന്നെ ചിന്നോന്നാ വിളിക്കുക. ഹായ്, കിണ്ണം കാഴ്ച. എന്ത് രസാല നാരായണേട്ട ആ കാലം. അതൊന്ന് ഓർമ്മിപ്പിക്കല്ലേ ദാശായിനെ, ഓക്കാനിക്കാൻ വരുന്നു. ആണുങ്ങളായി കഴിഞ്ഞ എന്റെ നാരായണേട്ടനെ പോലെ കുറച്ച് ചങ്കുറപ്പൊക്കെ വേണം. ഓർഡർ. അതെ, ഞാനൊരു കാര്യം ചോദിക്കട്ടെ. ഇതിപ്പോ നിങ്ങൾ പിരിയാൻ വന്നതോ അതോ ഇവരുടെ കല്യാണം നടത്താൻ വന്നതോ? അതാ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വന്നപ്പോ ഒരു ഓളത്തിൽ അങ്ങോട്ട് പറഞ്ഞു പോയതാ. ഈ കാലിന്റെ ഒപ്പം എനിക്ക് ജീവിക്കണ്ട. ഇവരില്ലാത്ത എന്റെ കൂടെ എനിക്ക് ജീവിക്കണ്ടേ. സർ, എന്റെ കക്ഷിക്ക് അടിസ്ഥാന വിദ്യാഭ്യാസം പോലുമില്ല. ആകെ അറിയാവുന്നത് ടോക്കാണ്. ഈ വയസ്സാങ്കാലത്ത് നാമം ജപിച്ച് ഭർത്താവിന്റെ കാര്യം നോക്കിയിരിക്കേണ്ട ഈ തള്ള ടോക്ക് ചെയ്ത് ഭർത്താവിന്റെ മാനസിക നില തന്നെ തകർത്തിരിക്കുകയാണ്. ഇവർക്ക് തക്കതായ ശിക്ഷ കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതിയോട് ഞാൻ അപേക്ഷിക്കുന്നു. അല്ല കുരിപ്പേ, മാനസിക നില തകർന്ന എന്റെ ഭർത്താവിന്റെ അന്ത്യ ആരെ വക്കീല? എന്റെ വക്കീലല്ലേ ഒരുമ്പെട്ടവനെ. രാധികെ, ഞാൻ നിന്നോട് പറഞ്ഞല്ലേ സൈറ്റ് അടിച്ച് കാണിക്കില്ലെന്ന്. ബഹുമാനപ്പെട്ട കോടതി, ഞാൻ നേരത്തെ വാദിച്ച വാദം മായ്ച്ചു കളഞ്ഞിട്ട് എന്റെ കക്ഷിക്ക് നീതി ഉറപ്പാക്കണമെന്ന് താഴ്മയായി അപേക്ഷിക്കുന്നു. നീതിയൊക്കെ ഉറപ്പാക്കാം. ആദ്യം ഇത് ഉറപ്പിക്കുക. ഏതാ തന്റെ കക്ഷി? ഇത് നാരായണൻ എപ്പോഴെങ്കിലും ദാക്ഷായണിയുടെ ടോക്ക് കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടില്ലേ മാനെ. കണ്ട് സാറേ, കണ്ട്. എന്റെ പൂത്തുമ്മയും കൊല്ലമാമിയും കണ്ട്. അത് കാണാത്തവരായിട്ട് ആരുമില്ല. വക്കീലെ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? പിന്നെ മോള് കണ്ടിട്ടുണ്ടോ? ഓ, ഞാനും കണ്ടിട്ടുണ്ട്. ജഡ്ജിയമാൻ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോന്നോ? എത്ര വട്ടം. ഓഹോ സാറേ, 42 വർഷമായി ഞങ്ങൾ ഒരുമിച്ച് ജീവിക്കുന്നു. ഞാൻ ഇന്നേ വരെ കണ്ടിട്ടില്ലേ ഇവളെ പൂത്തുമ്പിയും കൊല്ലമാമിയൊന്നും. ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴത്തേക്ക് ഇത് കണ്ടോരൊക്കെ എന്റെ അടുത്ത് വന്നിട്ടേ, നാരായണേട്ടാ ദാശനത്തിന്റെ പൂത്തുമ്പിയും കൊല്ലമാമിയും നന്നായിണ്ടേ, നാരായണേട്ടാ ദാശനത്തിന്റെ പൂത്തുമ്പിയും കൊല്ലമാമിയും സാറായിണ്ടേ. അയ്യോ, ഇത് കേട്ടിട്ട് എനിക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റാണ്ടേണ്ട്. ഏമാനെ. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഈ പറഞ്ഞ ഒബ്ജക്ഷനെ സബ്സിഡി തന്നിരിക്കുന്നു. താങ്ക് യു യുവർ ഓണർ. സാർ, ഈ പറഞ്ഞ പൂത്തുമ്പിയും കുർലമാമിയും നാരായണൻ കണ്ടു എന്നുള്ളതിനുള്ള തെളിവ് എന്റെ അടുത്തുണ്ട് സാർ. എന്ത് തെളിവ്? ഇത് കണ്ടു നോക്ക്.
ഇതാ സോറി സാർ, ഇത് എന്റെ പുത്തുമ്മയും കുറുള്ള മമ്മിയാ. ദേ ഇത് നോക്ക്. ഒബ്ജക്ഷൻ യുവർ ഓണർ. അയ്യോ, ഇത് ഞങ്ങൾ വക്കീലന്മാരുടെ മാത്രം ഡയലോഗാ. അല്ല, ഇത് നിന്നിട്ടാൻ വേണ്ടി പറഞ്ഞതാ. ആണോ? എന്നാ ഒബ്ജക്ഷൻ പ്രൊസീഡ്. ഏമാനെ, ഇതിനൊക്കെ എന്താ പറയാ? ഈ വയസ്സാം കാലത്ത് ഷോക്ക് അടിച്ച മാതിരി ഓള് തുള്ളിക്കളിക്കുക കണ്ടില്ലേ? അതും ആ ബംഗാളി ചെക്കന്റെ കൂടെ. അയ്യേ, അല്ല സഹിക്കുന്നതിനൊക്കെ ഒരു പരിധില്ലേ? ഈ പറയ്. അല്ല, കോടതി പറയ്. ഒബ്ജക്ഷൻ യുവർ ഓണർ. ഇപ്പൊ എന്തിനാ ഈ ഒബ്ജക്ഷൻ പറഞ്ഞ്? എത്ര നേരം എന്ന് വിചാരിച്ചിട്ട് ഞാനിങ്ങനെ മിണ്ടാണ്ടിക്കുക. അത് കുഴപ്പമില്ല. ഓർഡർ ഓർഡർ. ആദ്യം കോടതി ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി, എന്നിട്ട് ഓർഡർ ചെയ്യലും കഴിക്കലൊക്കെ ആവാം. മിസ്റ്റർ നാരായണൻ, ഈ വയസ്സാം കാലത്ത് പിരിഞ്ഞിട്ട് നിങ്ങൾ എന്തുട്ട് ചെയ്യാനാ? മൊബൈൽ ഉപയോഗിക്കാത്ത ഒരു പെണ്ണിനെ കെട്ടി സുഖമായിട്ട് ജീവിക്കും. മൊബൈൽ ഉപയോഗിക്കാത്തൊരു പെണ്ണിനെ കെട്ടണമെങ്കിൽ പ്രസവിച്ച അപ്പം തന്നെ കെട്ടേണ്ടി വരും. അത് ശരിയാ. അല്ല, ദാക്ഷായന്റെ പ്ലാൻ എന്താ? ഒരു കലാകാരനെ ഒരു കലാകാരിയെ മനസ്സിലാക്കാൻ പറ്റും. അതുകൊണ്ട് ടോക്കിൽ വൈറലായ ഗ്ലാമർ ഉള്ള ഒരാളെ ഞാൻ കെട്ടാൻ തീരുമാനിച്ചു. അതാരാ ഇത്ര ഗ്ലാമറുള്ള ടോക്കിൽ വൈറലായിട്ടുള്ള ഒരാള്? അമരടിക്കണ കാലമായടി തീയമ്മേ, കാച്ചിന്റെ ചാമന്ത് നടി തീയമ്മേ. അമരടിക്കണ കാലമായടി തീയമ്മേ, കാച്ചിന്റെ ചാമന്ത് നടി തീയമ്മേ. അയ്യോ, ഇതൊന്നും നടക്കാൻ പോണില്ല. ആ മൂപ്പര ഗ്ലാമറും ഈ തള്ളന്റെ ഗ്ലാമറും നോക്കി ഈ വയസ്സത്തികളൊന്നും കല്യാണം കഴിക്കുന്ന ചെറുപ്പക്കാരൊന്നും ഇപ്പല്ലാന്ന്. ആര് പറഞ്ഞു? ഞാൻ തരാലോ. ഒരു കിളവിയെ കെട്ടാൻ നടക്കുന്ന ഉഗ്രനൊരു ചെറുപ്പക്കാരനെ ഞാൻ തരും. ഇത് മതി, അടിപൊളി ചെക്കെ. ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടോന്നോ? സൂപ്പർ അല്ലേ യുവർ ഓണർ? അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ കല്യാണം നടത്തി കൊടുത്താലോ? പെട്ടെന്നായിക്കോട്ടെ. അതെ സർ, എന്റെ അഭിപ്രായം അത് തന്നെയാണ്. ഇവരുടെ കല്യാണം എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് നടത്തി കൊടുക്കണം. ഇതെന്താ രണ്ട് വക്കീലന്മാരും ഒരേ അഭിപ്രായം? എന്നും ഓപ്പോസിറ്റ് വാദിച്ച് ഞങ്ങൾക്ക് മടുത്തു. ഇനി ഒരുമിച്ച് വാദിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചു. അല്ലേ രാധികേ? അത് നല്ലതാ. നിങ്ങള് പിരിയാൻ നേരത്ത് വക്കീൽ ഫീസ് ലാഭിക്കാലോ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ബോധിപ്പിക്കണ്ട സാർ, IPC 120, 122, IPC സെക്ഷൻ 360, 144, 265, IPC സെക്ഷൻ 365, 173, 148, 209. മതി 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 മതി. ഇത് എന്തിനാ ഇത്രയും സെക്ഷൻ ഒക്കെ പറയണേ? അല്ല, വക്കീൽ ഫീസ് വാങ്ങുമ്പോ എന്തെങ്കിലും ജോലി ചെയ്തായിട്ട് കക്ഷിക്ക് തോന്നണ്ടേ സാറേ? ആ പറഞ്ഞത് പോയിന്റ്. നിങ്ങള് വേറെ കാര്യങ്ങൾ സംസാരിക്കില്ലേ? എനിക്ക് ബന്ധം പിരിയണം. സാർ, ബന്ധം പിരിയുമ്പോ ന്യായമായിട്ടും നാരായണൻ ദാക്ഷാണിക്ക് ചെലവിന് കാശ് കൊടുക്കണമെന്ന് താഴ്മയോടെ അപേക്ഷിക്കുന്നു. വക്കീൽ, ആ പൈസേന്റെ കൂടെ മൊബൈൽ റീചാർജിന്റെ പൈസയും കൂടി കൂട്ടിക്കോളി. ഓർഡർ ഓർഡർ. ഈ കേസ് 2058 ഏപ്രിൽ മാസത്തേക്ക് നീട്ടിവെച്ചിരിക്കുന്നു. ഈ 2058 ആകുമ്പോഴേക്ക് കേസ് വാദിച്ച വക്കീലും ജഡ്ജൊക്കെ മണ്ണിന്റെ അടിയിലായി പോയിണ്ടാവും. അപ്പൊ ഞങ്ങൾ ആരെടുത്ത് വിധി കേൾക്കൂ? ഇല്ല നാരായണേട്ടാ? ആദാശേണിയെ ഞാനത് ആലോചിക്കുന്നത്. ഇപ്പൊ കോടതി ഒരു തീരുമാനം പറയാം. ഏതായാലും രണ്ടാളും പിരിയാണല്ലോ. അപ്പൊ നിങ്ങൾ രണ്ടുപേരും ചേർന്ന് ഒരു ടോക്ക് ഡ്യുവറ്റ് വീഡിയോ ചെയ്ത് പോസ്റ്റ് ചെയ്യണം. That's all. ഈ മനുഷ്യന്റെ കൂടെ ടോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലൈക്ക് ഒന്നും ഉണ്ടാവില്ല, മൊത്തം ഊള കമന്റ്സ് അയക്കും. അങ്ങനെ പിണങ്ങല്ലേ ദാക്ഷായണി എടുത്തി? ഒന്ന് ചെയ്യ്, ഇല്ല കോടതി അലക്ഷ്യോ കേട്ടോ. എന്നാ വാ മനുഷ്യ. എന്താ മോളെ അനുധാരെ, പെരുവഴിയിലായ? ഈ സംസ്ഥാനം കണ്ട ഏറ്റവും വലിയ തെമ്മാടിയെ പ്രേമിച്ച കുറ്റത്തിന് മൂപ്പൽ നായരുടെ കോടതി വിധിച്ച ശിക്ഷയാണ്. പട്ടിയും പൊക്കോണോടുത്ത് വിട്ടോളം പറഞ്ഞു. വെള്ളമടിച്ച് കോൺ തിരിഞ്ഞ് പാതിരായ്ക്ക് വീട്ടിൽ വന്ന് കയറുമ്പോ ചെരുപ്പൂരി കാലമടക്കി ചുമ്മാ തൊഴിക്കാനും തുലാവർഷ രാത്രികളിൽ ഒരു പുതപ്പിനടിയിൽ സ്നേഹിക്കാനും ഒടുവിൽ ഒരു നാൾ വടിയായി തെക്കേ പറമ്പിലെ പുളിയന്മാവിന്റെ വിറകിനടിയിൽ എരിഞ്ഞു തീരുമ്പോ നെഞ്ച് തല്ലി കരയാനും എനിക്കൊരു പെണ്ണിനെ വേണം. പറ്റുമെങ്കിൽ കേറിക്കോ. ഇപ്പൊ
നോക്കിക്കോളി, മൊത്തം പുളിച്ച കമന്റ് അയക്കും. ആ നോക്കാലോ പുളിച്ചതാണോ വലിച്ചതാണോ തിരിയാന്ന്. അല്ല ലൈക്കോ? ആ ലൗച്ചിന്റെ ഇഷ്ടം പോലെ പറഞ്ഞു വരുന്ന ആഷണിയെടുത്തി നമ്മള് വിചാരിച്ച പോലെയല്ലോ, ഭയങ്കര ലൈക്കാണല്ലോ. ആ ദേ നോക്ക്, ഇത്ര ലൈക്കും കമന്റും ഒക്കെയാ വരുന്നതെന്ന്. ആ നാരായണേട്ട നിങ്ങൾ ആള് പൊളിയാണല്ലോ. ഞാനുണ്ടായതിനെ കൊണ്ടാണ്. നാരായണേട്ട അങ്ങക്ക് ഇത്ര ഫാൻസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഞാനിതൊന്നും ആരോട് പറയിട്ടാ. ഹലോ മിസ്റ്റർ ആൻഡ് മിസ്സിസ് നാരായണൻ, ഇത്രയും ലൈക്ക് വരാൻ കാരണം എന്താണെന്നറിയോ? ഞാനുള്ളതിനെ കൊണ്ടല്ലേ. അല്ല ഞാൻ ഉള്ളതിനെ കൊണ്ടാ. അല്ലല്ല, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ഡ്യൂവറ്റ് ചെയ്തത് കൊണ്ടാ. ഇനി അങ്ങോട്ടും നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് ജീവിക്കണമെന്ന നാട്ടുകാരുടെയും ഈ കോടതിയുടെയും തീരുമാനം. ദാക്ഷായണിയെടുത്തി ഇനി നിങ്ങൾ വെറുതെ ബംഗാളികളുടെ കൂടെ ടോക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. പിന്നെ ദാക്ഷായണിയെടുത്തി നാരായണേട്ടനും കൂടിയുള്ള ഡ്യുയറ്റ് മതി. നിങ്ങൾ അടിച്ച് പൊളിക്ക്. ഓ യാരാ